ബിഗ് ബോസ് അഗ്നിപരീക്ഷ നമ്മൾ കാണുന്നൊന്നുമില്ല. ആർക്ക് വേണം ഈ പരിപാടി? നമ്മൾ കാത്തിരിക്കുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ ബിഗ് ബോസ് ആണ്. എന്ന് വരും ലാലേട്ടനെ കണ്ടാൽ മതി. എന്തൊരു ബോറ് പരിപാടിയാണ് ഇതെന്തോന്നാണ്? അംഗൻവാടി ടാസ്ക് ആണോ? ഇവറ്റുകളെ കണ്ട് മടുത്ത്. ഇപ്പൊ ഇൻസ്റ്റ തുറന്നാൽ ഇവറ്റുകൾ മാത്രമാണ്. ഇതെന്തോന്നാണ്? ഇതൊന്ന് നിർത്തിക്കൂടെ? എന്തൊരു ബോറ് പരിപാടി എന്നൊക്കെയാണ് അഗ്നിപരീക്ഷയെക്കുറിച്ച് കുറേ കമൻറ്റുകൾ കാണുന്നത്. എന്താണ് അഗ്നിപരീക്ഷയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് പ്രശ്നം? മറ്റ് അഗ്നിപരീക്ഷകളിൽ നടക്കുന്നത് നമ്മുടെ ഇവിടെ നടക്കാത്തതും. പിന്നെ ഏകദേശം നമുക്ക് ടോപ്പ് 10 ഉറപ്പിക്കാൻ പറ്റുന്ന ജഡ്ജസ് ഇംപ്രസ്സായ ഒരു 10 കണ്ടസ്റ്റൻറ്റിൻ്റെ പേര് പറയാം. ഇനി ഇവരെ തള്ളി കുറേ പേരെ സേവ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരും ഇവരുടെ സ്ഥാനം പിടിക്കാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട്. അവരെക്കുറിച്ചും ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സോ ഞാനിപ്പം ഈ 2 ദിവസമായിട്ട് അഗ്നിപരീക്ഷയുടെ ഇത് കുറഞ്ഞു വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ ആൾക്കാർ കാണുന്ന ഒരു ഇത്, അതിനകത്തുള്ള കമൻസ്, ആൾക്കാരുടെ ഇൻട്രസ്റ്റ്, ഇതൊക്കെ കുറഞ്ഞു വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റയിലൊക്കെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് അല്ലെ, കുറേ പേര് പറയുന്നത് ബോറ് പരിപാടിയാണ്. അതുമാത്രമല്ല അതിനകത്ത് ഒന്നുമില്ല, നമുക്ക് ലാലേട്ടനെ കണ്ടാൽ നമ്മൾ ബിഗ് ബോസ് ആണ് കാത്തിരിക്കുന്നത്. അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വെറും ടാസ്ക് മാത്രമാണ് കാണിക്കുന്നത്. വെറും ടാസ്കുകൾ മാത്രമേ ഉള്ളൂ. നമ്മളെ പിടിച്ചിരുത്താനോ നമുക്ക് എന്തെങ്കിലും ഇതെന്താ സംഭവം എന്ന് നോക്കാനായിട്ടുള്ളത് ഒന്നുമില്ല. കുറച്ച് പേരുണ്ട് അവരെ കൊണ്ട് ഈ ടാസ്ക് ചെയ്യിപ്പിക്കുക. ടാസ്ക് ആണെങ്കിൽ പണ്ട് നമ്മുടെ ബിഗ് ബോസിലുള്ള നമ്മുടെ മലയാളം ബിഗ് ബോസ് ലെവൽ ടാസ്കുകൾ, അതായത് മറ്റേ ഇങ്ങനെ തീപ്പെട്ടി തട്ടിയിടുക, പിന്നെ എന്താണ് ഇന്നലത്തെ നടന്ന പോലത്തെ ടാസ്കുകൾ, കുപ്പി തെറിപ്പിക്കുക, അങ്ങനത്തെ ടാസ്കുകൾ. അല്ലാതെ നമ്മുടെ മൈൻഡ് ഗെയിംസോ അല്ലെങ്കിൽ എന്തെങ്കിലും മെൻ്റൽ സ്ട്രെങ്ത്, മെൻ്റൽ എബിലിറ്റി അറിയാനോ അല്ലെങ്കിൽ ക്ഷമ, അതേപോലെ തന്നെ റിയാക്ഷൻ, അതൊക്കെ അങ്ങനത്തെ ഡിബേറ്റുകൾ, കോൺട്രോവേഴ്സീസ് ഒന്നും തന്നെ നമ്മുടെ ഇപ്പം ഇതുവരെ അഗ്നിപരീക്ഷയിലില്ല. ഇനി ചിലപ്പോൾ ഉണ്ടാവും. കാര്യം ഇനിയിപ്പോൾ ഒരു 10, 20, 25 പേരെ അങ്ങ് പറഞ്ഞു വിട്ട ശേഷം ചിലപ്പോൾ ഇനി അങ്ങോട്ട് ടാസ്കുകൾ ഇതൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ ഡിബേറ്റ് ഉണ്ടാവാം, ചിലപ്പോൾ മുഖാമുഖം ഡിബേറ്റ് ഉണ്ടാവാം, ചിലപ്പോൾ ജഡ്ജസുമായിട്ട് വാഗ്വാദം ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ മെൻ്റൽ സ്ട്രെങ്ത്, മെൻ്റൽ എബിലിറ്റിയൊക്കെ നോക്കുന്ന ഗെയിംസ് ഉണ്ട്. അതായത് വളരെ രൂക്ഷമായിട്ട് പെരുമാറുമ്പോൾ അതൊക്കെ ഇപ്പം സത്യം പറഞ്ഞാൽ ഇപ്പം അത് നടക്കുന്നത് തെലുങ്ക് ബിഗ് ബോസിലൊക്കെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഷൂ തുടയ്ക്കാൻ പറയുക, ഷൂ പോയി തുടയ്ക്കൂ, പോയി ബെഗ് ചെയ്യൂ, അല്ലെങ്കിൽ മുഖത്ത് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട്. എന്താ നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നുണ്ടോ? എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? എന്നോട് പറ, എന്താ നിങ്ങൾക്ക് തോന്നുന്നത് പറ. പിന്നെ വെള്ളം എടുത്ത് മുഖത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതൊക്കെ ഇവിടെ നടന്നാൽ തീർന്നു. എല്ലാവരും കൂടെ ഈ ഷോ പാടില്ല. സംഭവം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ വെള്ളം ഒഴിക്കലൊന്നും നടന്നിട്ടില്ല. പക്ഷേ എന്നാലും ഇതുപോലത്തെ ഈ മെൻ്റൽ സ്ട്രെങ്തും ഇതൊക്കെ നോക്കുന്നത് റോഡീസിൻ്റെ ഓഡീഷൻസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഓൾറെഡി റിയാക്ഷൻസിൽ. പക്ഷെ അവർ കൂടുതലും മെൻ്റൽ സ്ട്രെങ്തും മൈൻഡ് സ്ട്രെങ്തും ഒക്കെയാണ് നോക്കുന്നത്. അത് ഫിസിക്കൽ സ്ട്രെങ്തുമാണ് അവർ കൂടുതൽ റോഡീസിൽ നോക്കുന്നത്. പിന്നെ നമ്മുടെ ജേർണി നോക്കും, നമ്മുടെ ലൈഫ് നോക്കും, ലൈഫിലെ സ്റ്റോറി എന്താണ്, നമ്മുടെ ഇവിടം വരെ നമ്മളിങ്ങനെ എത്തിയ കാരണം എന്താണ്, അതൊക്കെ അവർ നോക്കും. അതൊക്കെയാണ് അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് അവർ നോക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അതും നോക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഫുൾ ഈ അംഗൻവാടി പരിപാടി, ടാസ്ക് പരിപാടികളായതുകൊണ്ട് ആൾക്കാർക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ല, പിന്നെ ഒരു താല്പര്യമില്ല. പിന്നെ ദിവസവും 5 പേര് വെച്ച് ഔട്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എന്തായാലും ഇവർ ഔട്ടായി തീരട്ടെ, അപ്പം നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ കുറേ പേര് ഇപ്പോഴുണ്ട്. എന്തായിരുന്നാലും ഇതിൻ്റെ റീച്ച് കുറച്ച് കുറഞ്ഞതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രൊമോസ് ഒക്കെ ഇടുമ്പോഴും ആർക്കും കമൻറ്റ് ചെയ്യാൻ പോലും താല്പര്യമില്ല. എന്താ ആയിക്കൊണ്ട് പോട്ടെ. അതിൻ്റെ ഇടയിൽ കൂടെ ഇതിന് ഓൾറെഡി ഔട്ടായ ആൾക്കാർ, ഇവർ ആരൊക്കെയാണോ ഇതിൻ്റെ റിയാക്ഷനുമായിട്ട് വരുന്നത് അവരൊക്കെ ഔട്ടായവരാണ് കേട്ടോ. അത് ഉറപ്പിച്ചോ. കുറേ പേര് അഗ്നിപരീക്ഷ വെരി അൺഫെയർ എന്ന് പറഞ്ഞതൊക്കെ ഔട്ടായതാണ്. ഭാവിയിൽ ഔട്ടക്കാരി അവർ ഓൾറെഡി ഷൂട്ട് കുറേ കഴിഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഔട്ടായി നിൽക്കുന്ന ആൾക്കാരാണ് അവരേ ആൾക്കാർക്ക് ആർക്കും വേണ്ട. അതും മൈൻഡ് ചെയ്യണം, നിങ്ങൾ വേറെ പണി വെക്കുന്നത് പറഞ്ഞാൽ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും മറ്റേ ഈ തെലുങ്കിലും തമിഴിലും ഒക്കെ ഭയങ്കരമായ രീതിയിൽ കത്തി നിൽക്കുന്നുണ്ട്. തമിഴിലൊക്കെ എന്തൊരു റീച്ചാണ് അഗ്നിപരീക്ഷയ്ക്കൊക്കെ. കാര്യം ഒന്നാമത് അവിടെ ഓഡിയൻസ് വളരെ കൂടുതലാണ്, മില്യൻസ് ഓഫ് വ്യൂസും. അതേപോലെ തന്നെ 15 ഇട്ടവിടെ തന്നെ ഒരു 15,000, 20,000 ലൈക്കൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ഒന്നുമില്ല. 100 ലൈക്ക്, 500 ലൈക്കൊക്കെ കിട്ടിയാലായി. 500 ലൈക്കൊക്കെ കിട്ടുമോ ആ നീതപ്പോൾ? എന്തായിരുന്നാലും നമുക്ക് കുറച്ച് കണ്ടസ്റ്റൻസിലെ ലിസ്റ്റ് ഞാൻ പറയാം. ഇവരെ നമുക്ക് ഒരു ടോപ്പ് 10 ഉറപ്പിക്കാൻ പറ്റും. ഒരു ജഡ്ജസിനെ ഇംപ്രസ് ചെയ്യാൻ കഴിയുന്ന കണ്ടസ്റ്റൻസാണ്. ഇന്നലെ കുറേ പേരുടെ പേര് പറഞ്ഞു. ഞാൻ ആദ്യം പറയാൻ പോകുന്ന പേര്, ഞാൻ 10 പേരുടെ പേര് പറയും. ബാക്കി ഞാൻ ചിലപ്പോൾ കുറച്ച് പേരുടെ പേരങ്ങ് വിടും കേട്ടോ. ചിലവരെയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും എനിക്കറിയാവുന്ന കുറച്ച് 10 പേരുടെ പേരും ബാക്കിയുള്ള എനിക്ക് ഓർമ്മ, എനിക്ക് മനസ്സിൽ ഇവരുടെ പേരൊന്നും ഇങ്ങനെ എഴുതിയിട്ടില്ലല്ലോ, നമുക്ക് മനസ്സിലുള്ള ഇവർ ചിലപ്പോൾ പറയാൻ പറ്റൂല. അപ്പോൾ പല ആൾക്കാരും നല്ല കളിക്കുന്ന ആൾക്കാരൊക്കെ ഔട്ടാവുന്നുണ്ട്. ഇന്നലെയൊക്കെ ആ ജെറ്റിനെ അവിടെ ഔട്ടാക്കിയിട്ട് സോനയെ നിർത്തിയതൊക്കെ ഞാൻ അന്തം വിട്ടുപോയി. ജെറ്റിയെക്കാട്ടിയും ടാസ്ക് ഒക്കെ നന്നായിട്ട് സോന കളിച്ചോ. എപ്പോഴും
ആ രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാനൊന്ന് റിവ്യൂവിൽ പറയുകയും ചെയ്തു. അതേപോലെ തന്നെ ചിലവർക്കൊക്കെ ഭയങ്കരമായ രീതിയിലുള്ള ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ കാണാത്ത അവരുടെ ഗെയിം അവർ കാണുന്നുണ്ടാവും. ഏതായാലും നമ്മൾ എന്തായാലും കാണുന്നത് 1 മണിക്കൂറേ ഉള്ളൂ. അതിനകത്ത് ഏകദേശം ഒരു 10 സെക്കൻഡ് വരെയൊക്കെ കാണിച്ചാലേ അത് വെച്ചിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, എന്തായിരുന്നാലും 10 പേരെ പറയാം. ആദ്യത്തെ പേര് ഞാൻ പറയാം, നമ്മുടെ രാകേഷ്. ഈ ടോപ്പ് 10 വരാൻ ചാൻസ് ഉള്ള ഭയങ്കര ചാൻസ്. എനിക്കൊന്ന് രാകേഷ് വരാനുള്ള ചാൻസ് 90% മേലെയാണ്. ഇനി എങ്ങാനും വല്ല അത്ഭുതം സംഭവിച്ചാലായി രാകേഷ് എന്തായാലും ഉറപ്പിക്കാൻ സാധിക്കും മെയിൻ ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വോട്ടിങ്ങിന് ഇട്ട് തരുന്ന ഒരാൾ രാകേഷ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പറയാൻ പോണ പേരാണ് ഷിബിനയുടെ പേര്. ഷിബിനയ്ക്ക് ഇന്നലെ പെൻഡനൊക്കെ കൊടുത്തു. പക്ഷേ ഞാൻ ഷിബിനയുടെ ഗെയിമൊന്നും കണ്ടില്ല. പുള്ളിക്കാരി ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. പക്ഷേ ഷിബിന അവിടെ ടാസ്ക് ഒക്കെ ഭയങ്കരമായിട്ട് കളിക്കണമെന്ന് കണ്ടില്ല. പക്ഷേ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് വർത്താനം പറയുന്നത്. പുള്ളിക്കാരി പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ നല്ല കോൺഫിഡൻസ്. അതാണ് ഷിബിനയുടെ പോസിറ്റീവ്. രാകേഷും അതുപോലെ തന്നെയാണ്, ഭയങ്കര നർമ്മത്തിലൂടെയാണ്. ചില സമയത്ത് കുറച്ച് ഓവറാണ്, പക്ഷേ അത് കയ്യിൽ നിന്ന് പോകാതെ നോക്കിക്കോണം. കയ്യിൽ നിന്ന് പോയാൽ പോക്കാണ്. കാര്യം ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് വന്നിട്ട് അതിൽ അവർക്കെതിരെ ഗെയിം കളിച്ച് കയ്യിൽ നിന്ന് എന്നാലും രാകേഷ് കുറച്ച് ആൾക്കാരെ സപ്പോർട്ട് നേടും. അത് നേടാതിരിക്കൂല. രാകേഷ്, ഷിബിന, അത് കഴിഞ്ഞ് ഞാൻ പറയാൻ പോണ പേരാണ് ലോലീറ്റ. ലോലീറ്റ അവിടെ ഒരു സൈലന്റ് കില്ലറാണ്. പുള്ളിക്കാരി ഭയങ്കര ചാമായിട്ടാണ് പല ടാസ്കും ചെയ്യുന്നതും ചാമായിട്ടാണ് പ്രസന്റ് ചെയ്യുന്നതും. സോ ലോലീറ്റ ആയിരിക്കും. അതേപോലെ 4ാമത് ഞാൻ പറയുന്ന പേരാണ് ശ്യാമിൻ്റെ പേര്. ശ്യാമും എനിക്ക് തോന്നുന്നു ഒരു ഇംപ്രഷൻ കൊടുത്തിട്ടുണ്ട് ജഡ്ജസിന്. അതുപോലെ അടുത്ത് പറയാൻ പോണ പേരാണ് പ്രവീണിൻ്റെ പേര്. പ്രവീണാണോ പ്രണവാണോ? പ്രവീൺ നന്നായിട്ട് ടാസ്ക് ഒക്കെ കളിക്കുന്നുണ്ട്. നമുക്ക് ചാൻസ് വളരെ ഹൈ ആണ് പ്രവീണിന്. ഇനി നമുക്കൊരു 50-50 ചാൻസ് പറയാം കേട്ടാ. പൂജ 1, പൂജ 2 പോയല്ലോ. പൂജ 1 അതുപോലെ എനിക്ക് സൈലന്റ് കില്ലറായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പൂജയ്ക്ക് ഇന്നലെ നല്ല രീതിയിലുള്ള ഇതൊക്കെ കൊടുത്തായിരുന്നു ഇംപ്രഷൻ. അപ്പോൾ പൂജയുടെ ചാൻസും നമുക്ക് ഇരിക്കാം 50-50. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പേര് ഷിജുലാലിൻ്റെ പേരാണ്. ഷിജുലാലും ഇന്നലെ എങ്ങനെയോ പിടിച്ചു നിന്നു കയറി വന്നു. എന്നാലും ഷിജുലാലിൻ്റെ ചാൻസും ടോപ്പ് 10 വരാൻ 50-50 ആണ്. അത് കഴിഞ്ഞ് ഞാൻ പറയാൻ പോണ പേര് വൈശാഖിൻ്റെയാണ്. വൈശാഖ് നന്നായിട്ട് കളിക്കുന്നത്, നന്നായിട്ട് ശ്രമിക്കുന്ന ഒരു ടാസ്കിലൊക്കെ 50-50 ചാൻസാണ് ടോപ്പ് 10 വരാൻ. അതുപോലെ തന്നെ താശി കളിക്കും പിന്നെ കാണില്ല, ഇങ്ങനെയാണ് പോണത്. എന്നാലും ചാൻസ് 50-50 കാണുന്നുണ്ട്. അതുപോലെ തന്നെ താശിയെപ്പോലെ തന്നെ നിൽക്കുന്നതാണ് ഷാമോനും നല്ലൊരു പേഴ്സണാലിറ്റിയാണ്. പുള്ളിക്കാരൻ എങ്ങനെയാണ് ബിഗ് ബോസിൽ പോകുമ്പോൾ ഉണ്ടാവുക എന്ന് കാണാൻ ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും. സോ ഷാമോനും എനിക്ക് നല്ല ചാൻസ് കാണുന്നുണ്ട്. അതേപോലെ തന്നെ 2 പേരെ ഞാൻ ഒന്നിച്ചിടുന്നുണ്ട്, ഷിൻജിത്തും അഭിറാമും. താശിനെ ഷാമോനെ ഒന്നുകിൽ താശി അല്ലെങ്കിൽ ഒന്നുകിൽ 2 പേരും ഒന്നിച്ച് കയറും, വേറെ ആരെങ്കിലും റീപ്ലേസ് ചെയ്യും. എന്തായാലും ഇവരൊക്കെ നമുക്ക് മനസ്സിൽ പെട്ടെന്ന് കിട്ടുന്ന പേരുകളാണ്. പിന്നെ ഉള്ളത് ഷിൻജിത്തിൻ്റെ പേരും പിന്നെ അഭിറാമിൻ്റെ പേരും. അഭിറാം ഈ 2 ജെൻഡർ സ്ക്വാഡിൻ്റെ ആളാണ്. ഷിൻജിത്തും ഇവരിൽ ആരെങ്കിലും ഒരാൾ വരാൻ ചാൻസ് ഉണ്ട്. അഭിറാമിന് നന്നായിട്ട് ടാസ്ക് കളിച്ചാൽ ചാൻസ് വളരെ കൂടുതലാണ്. ഇനി പറയാൻ പറ്റൂല ഇവരെയൊക്കെ ഇത് ഞാൻ ഏകദേശം ഒരു ടോപ്പ് 10 പറഞ്ഞു. ടോപ്പ് 12 ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവരെ കടത്തി വെട്ടി അല്ലെങ്കിൽ ഇവരെ വെട്ടിയിട്ട് വേറെ ആൾക്കാർ കയറാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് പറയാനുള്ളത് മിണ്ടാതെ അവിടെ ഒരു സൈഡിൽ ഇരിക്കുന്ന റെയ്ബന് ചാൻസ് കാണുന്നുണ്ട്. പറയാൻ പറ്റൂല. അതേപോലെ ടോപ്പ് 15 ആണെങ്കിൽ റെയ്ബനും വരാം. അതുപോലെ തന്നെ ആഫിയാനാസ് ഇന്നലെ ഭയങ്കര പ്രകടനമായിരുന്നു, നമുക്ക് നോക്കാം. അതേപോലെ എൽദോയ്ക്കും ചാൻസ്. എൽദോ വർത്താനം മാത്രമേ ഉള്ളൂ. എൽദയെ പോലെ വർത്താനം മാത്രമുള്ള ഒരാളാണ് സോന. ഒന്ന് കഴിഞ്ഞ എപ്പിസോഡ് ഇന്നലെ സേവ് ചെയ്തു, ഇന്നത്തെ എപ്പിസോഡിൽ സേവ് ചെയ്യും, ഇന്നലത്തെ എപ്പിസോഡിൽ സേവ് ചെയ്തു, മന്നാമത്തെ എപ്പിസോഡിൽ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പം സോനയ്ക്കും പറയാൻ പറ്റില്ല, ഇത്രയും സേവിങ് നടന്നതുകൊണ്ട് എനിക്കറിയില്ല. എൽദോയും സോനയും ഇനി പറയാൻ പറ്റില്ല. അവസാന ഘട്ടത്തിൽ ഇവരൊക്കെ ഔട്ട് ആവാനും ചാൻസുകൾ കാണുന്നുണ്ട്. റെയ്ബൻ, സോന, ആഫിയാനാസ്, അളകനന്ദയുടെ പേര് ഞാൻ പറയുന്നുണ്ട്, എൽദോ. ഇതൊക്കെ ഞാനൊരു ഇപ്പോൾ ഏകദേശം ഒരു എത്രയായി 12, 13, 14, 15, 16, 17 ഇത്രയും പേര് ടോപ്പ് 17 ആയിട്ട് നിൽക്കും. ബാക്കിയുള്ളവരുടെ പേരും ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ട്. കാര്യം എനിക്ക് ഓർമ്മ വരുന്നില്ല ബാക്കിയുള്ളവർ എങ്ങനെയാണെന്നുള്ളത്. ബാക്കി നമുക്ക് നോക്കാം. ഇന്ന് ഞാൻ കാര്യം എനിക്ക് ഇത്രയും പേരാണ് എനിക്ക് എടുത്തു പറയാവുന്ന ഒരു പേരെന്ന് പറയുന്നത്. അവിടെ ഇച്ചിരിയൊക്കെ ഒന്ന് നമുക്ക് ചാൻസുകൾ കാണുന്ന, എനിക്ക് മിണ്ടാതിരുന്ന് മുന്നേറുന്ന അല്ലെങ്കിൽ നല്ല ശക്തമായിട്ട് മുന്നേറുന്ന ആൾക്കാരുടെ ലിസ്റ്റാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾക്ക് ഇനി ഇതിൽ കൂടാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായിരുന്നാലും ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു കോൺട്രവേഴ്സിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇപ്പം ഒരു അനക്കവും ഇല്ലാത്തത്. എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് സീസണിന് വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ലാലേട്ട കുറച്ച് പ്രൊമോയൊക്കെ ഇങ്ങ് പോരട്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഇനിയിപ്പോൾ എന്താണ്, ഒരാഴ്ചയും കൂടിയൊക്കെ ഉള്ളൂ. ഓണം കഴിഞ്ഞാൽ ബിഗ് ബോസ് ആണ്. ഒരാഴ്ച 2 ആഴ്ചയുണ്ട്. അപ്പം കുറച്ച് പ്രൊമോസൊക്കെ കൊണ്ടുവരൂ. നമുക്ക് ഈ ആൾക്കാരൊക്കെ ഈഗർലി വെയിറ്റിംഗ് ഫോർ ബിഗ് ബോസ് ആണ്. ബിഗ് ബോസ് കാണാനാണ് ഭയങ്കര വെയിറ്റിംഗ്. ആൾക്കാർ അഗ്നി പരീക്ഷ പോകാൻ പറ, നമുക്ക് ഒന്നും കാണാം, നമുക്ക് ബിഗ് ബോസ് കണ്ടാൽ മതി എന്നാണ്. അടുത്ത അഗ്നി പരീക്ഷ കുറച്ചും കൂടെ ഒരു കോൺട്രവേഴ്സി വന്നാലും കുഴപ്പമില്ല, കുറച്ചും കൂടെ ഒന്ന് എനിക്ക് തോന്നുന്നു ഒരു റോഡീസ് ലെവലൊക്കെ ആക്കിയാൽ വളരെ നന്നായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. സത്യം കുറച്ചും കൂടെ ഒരു റോഡീസ് ലെവലൊക്കെ ഓഡീഷൻ പോലെ ആക്കിയാൽ നന്നായിരിക്കും. കുറേ നെഗറ്റീവ്സ് വരും. ഇവിടെയുള്ള ആൾക്കാർക്കൊന്നും പിടിക്കൂല. അയ്യോ മറ്റേ ഏതോ ഒരു അഗ്നി പരീക്ഷയിൽ മുഖം മാത്രം ഇങ്ങനെ വെച്ച് വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ഈ മറ്റേ ഖത്തറോക്കി കിലാടി ഈ സീസൺ കണ്ടു വെക്കുന്നു.
നിങ്ങൾ പേടിച്ച് വിറയ്ക്കുന്നത് നിങ്ങൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇത് എന്താ സംഭവം, ഷോക്ക് അടിപ്പിക്കുന്നു, മറ്റേ എന്താ ഗൺഷോട്ടാ, എന്താ തന്നെ പേരെന്താ, എന്തോ ഒരു ഏതോ ഒരു ആ സാധനം വെച്ചിട്ട് പെല്ലറ്റ് ഗൺ അങ്ങനെ എന്താ പറയില്ല അതിന്, അത് വെച്ചിട്ട് ശരീരം മൊത്തം മുറിവാണ്. ഞാൻ ആലോചിക്കുന്നത് ഇവർക്ക് എന്താ സംഭവം, ഇത് അത്ര ഭീകരമാണ് ഇപ്രാവശ്യത്തെ ഖത്തറോക്കി കില്ലാടി. ഞാനത് എനിക്ക് കുറച്ചേ കാണാൻ പറ്റില്ല, നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ ഖത്തറോക്കി. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതൊന്നും ഒന്നും ആയിട്ട് തോന്നൂല ടാസ്കുകൾ. ഷോക്ക് അടുപ്പിക്കൽ ഒരാൾക്ക് ശ്വാസം മുട്ടൽ വന്നു, ഒരാൾക്ക് പാർഷ്യൽ മെമ്മറി ലോസ്. എന്തുവാണ് ഇതൊക്കെ? ഞാനാണെങ്കിൽ ഒന്നും നല്ല പൈസ കിട്ടും, കാര്യം സെലിബ്രിറ്റീസ് ആണ് ഇതിനകത്ത് വരുന്നത്, നല്ല പൈസ കിട്ടും അതിൽ പോയി കഴിഞ്ഞാൽ. പക്ഷെ എന്നാലും പാർഷ്യൽ മെമ്മറി ലോസ് എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നിങ്ങളൊക്കെ അറിഞ്ഞില്ലേ അത്? അതൊക്കെയാണ് ടാസ്കുകൾ. അത് ഫിയർ ഫാക്ടറിൻ്റെ ഹിന്ദിയാണ്. എന്നാലും അതൊക്കെ ഒന്ന് അതിൻ്റെ ഒരു 100-1 ഇവിടെ കൊടുക്കുക, കുറച്ചൊക്കെ ഒന്ന് ഫിസിക്കൽ ടാസ്ക് ആണെങ്കിലും മെൻ്റൽ ടാസ്ക് ആണെങ്കിലും കുറച്ചൊക്കെ അതേപോലെ കൊടുക്കുക. പിന്നെ അവരുടെ ഓഡീഷൻ സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഓഡീഷൻ ശരിക്കും പറഞ്ഞാൽ ഇതേപോലെയാണ്, ഇതിനെക്കാട്ടിയും കുറച്ചും കൂടെ കടുകെട്ടിയാണ്, നമ്മൾ കാണുന്നില്ല. എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങ് ഫയർ ചെയ്യും. ആ ഫയറിങ്ങിന് നമ്മൾ പിടിച്ചിരിക്കണം. അതാണ് ബിഗ് ബോസിൻ്റെ ഓഡീഷൻ എന്ന് പറയുന്നത്. ആ ഫയറിംഗ് എന്ന് പറഞ്ഞാൽ ഫയറിംഗ് വഴക്ക് പറയുകയല്ല, ഇങ്ങനെ ചോദ്യശരങ്ങൾ ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനകത്ത് നമ്മൾ എങ്ങനെയാണ് ആ ചോദ്യശരങ്ങളെ നേരിടുന്നത്, ആൻസർ പറയുന്നത് എങ്ങനെയെന്നല്ല, ആ ചോദ്യശരങ്ങളെ എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്, നമ്മുടെ റിയാക്ഷൻ എന്താണ്, നമ്മൾ എങ്ങനെയാണ് നിൽക്കുന്നത്, നമ്മുടെ ബോഡി, നമ്മുടെ വർത്തമാനം, നമ്മുടെ ആക്ഷൻ, നമ്മളെങ്ങനെയാണ് സംസാരിക്കുന്നത്, നമ്മുടെ റിയാക്ഷൻ, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ സെലക്ഷൻ. സോ അടുത്ത പ്രാവശ്യം അഗ്നി പരീക്ഷ ഉണ്ടെങ്കിൽ അതൊരു റോഡീസ് ലെവൽ ആക്കിയാൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. കാര്യം ആദ്യമേ ആൾക്കാരിലേക്ക് എത്തുകയും ആൾക്കാർക്ക് കുറച്ചൊരു ത്വരയും ഉണ്ടാവും ഇതെന്താ നടക്കാൻ പോകണമെന്നുള്ളത്. ഇതിപ്പം ഇമാതിരി ടാസ്കുകൾ വേണ്ട. ലാലേട്ടൻ്റെ ടാസ്ക് ബുക്ക് അയ്യോ കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ ആവാം. പക്ഷേ എല്ലാ ഈ ടാസ്കുകളാകുമ്പോൾ നമുക്ക് ടാസ്ക് മാത്രമായിപ്പോവും, ഒന്നും പറയാനും സംസാരിക്കാനൊന്നും ഒന്നുമില്ല. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം. ഇന്നത്തെ എപ്പിസോഡിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഞാൻ റിവ്യൂ ഇട്ടിട്ടുണ്ട്. 4 പേര് ഔട്ടായി, കുറച്ച് പേരെ സേവ് ചെയ്തത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. കുറച്ച് പേരെ നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്നവരെ ഔട്ടാക്കിയിട്ട് എപ്പോഴും സേവായി വരുന്ന ഒരാളെ അങ്ങ് സേവ് ചെയ്തു. അപ്പം ഞാൻ ഇതൊക്കെ എന്തെന്നാണ്, എന്തായാലും കാത്തിരിക്കാം. നാളെയും ഇതുപോലെ എവിക്ഷൻ തന്നെ ആയിരിക്കും, കാണാം. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.